ഇതുപോലൊരു പെണ്ണ് മാണിക്കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഞാൻ രക്ഷപ്പെടും. പിന്നെ വാചകോടി അവള് സഹിച്ചാൽ മതിയല്ലോ. മോളിക്കുട്ടി, നിന്നെ പോലെ മാണിക്കുഞ്ഞിനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ മാണിക്കുഞ്ഞിന് കിട്ടുമോ? എവിടെ ഉണ്ടെങ്കിലും പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. എന്റെ പൊന്ന് സാറേ, ഇങ്ങേരെ നിലക്ക് നിർത്താൻ പറ്റിയ പെണ്ണുങ്ങളാരും ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. ആ, ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരിക്കലും പറയില്ല. അല്ല, ഞാനെന്തിനാ ആ പെണ്ണിന് കഷ്ടകാലം ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്താണോ മാണിക്കുഞ്ഞ് ഇത്രയൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ? ഞാൻ പറഞ്ഞത് സിത്താരയ്ക്ക് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ബിസിനസ് മാഗ്നറ്റായ സിത്താരയും അതേ റേഞ്ചിലുള്ള അവന്തികയും കൂട്ടുകച്ചവടം നടത്താൻ പോകുന്നു. ഇപ്പൊ മനസ്സിലായോ? ബിസിനസ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണോ അവന്തിക പറഞ്ഞു വരുന്നത്? അതെ. സിറ്റിയിലെ ആ സ്ഥലത്ത് നമ്മള് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നു. പകുതി ഫണ്ട് എന്റെയും ബാക്കി ഫണ്ട് സിത്താരയുടെയും. ഇതുവരെയുള്ള ബിസിനസ് ഒക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി തുടങ്ങുന്നതിനെല്ലാം 50-50. സിത്താര എന്ത് പറയുന്നു? അവന്തിക പറയുന്നതിനോട് താല്പര്യക്കുറവൊന്നുമില്ല. ഒരുമിച്ച് ബിസിനസ് ഒക്കെ നടത്തുമ്പോ നമുക്കിടയിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് പോവെന്നാണ് എന്റെ പേടി. ഏയ്, അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. നമുക്കിടയിലുള്ള സൗഹൃദം കൂടുകയേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാ വിജയം ഉറപ്പാ. അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോ ഒരു വർഷം നമ്മുടെ രണ്ടുപേരുടെയും കമ്പനിയുടെ ടേൺ ഓവർ എത്രയായിരിക്കും സിത്താരയൊന്ന് ഊഹിച്ചു നോക്ക്. ശരിക്കും നമ്മളിത് കുറച്ചുകാലം മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇനി എന്തിനാ വൈകിക്കുന്നേ? അവന്തികയ്ക്ക് എന്നെ അത്ര വിശ്വാസമായതുകൊണ്ടാണല്ലോ എന്നോട് വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. എന്തായാലും ഞാൻ നോ പറഞ്ഞ് ആ ഒരു വിശ്വാസം കളയുന്നില്ല. നമുക്ക് ആലോചിക്കാം. അടുത്ത ആഴ്ച നമുക്കൊരു മീറ്റിംഗ് വെക്കാം. ബാക്കിയൊക്കെ അപ്പ സംസാരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. എല്ലാം സിത്താര പറയുന്നത് പോലെ, നോ ഈഗോ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ആയിക്കോട്ടെ, ശരി ശരി. അമ്മേ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടമ്മേ. ഇത് ഇത്രയും ശക്തിയുള്ളൊരു സ്ഥലമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അമ്മേ, എന്താ മോനെ? ഇതുപോലൊരു ക്ഷേത്ര സന്നിധി വന്ന് സമൃദ്ധിയോടൊപ്പം ദമ്പതി പൂജ നടത്തുന്നത് അതിലൊരു ശരികേടില്ലേ അമ്മേ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അറിയില്ല, ചിലപ്പോ ദൈവങ്ങൾ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതായിരിക്കും. നാളെയാ പ്രധാന പൂജ നടക്കുന്നത്. മറ്റുള്ള ഭാര്യാഭർത്തകന്മാരെ പോലല്ലോ ഞാനും സമൃദ്ധി. ഇതുപോലൊരു അമ്പലത്തില് ഇത്രയും സത്യമുള്ള സ്ഥലത്ത് അവളുടെ ഭർത്താവല്ലാത്ത ഞാൻ ഭർത്താവാണെന്നുള്ള നുണയും പറഞ്ഞ് പൂജയിൽ പങ്കെടുത്ത അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്താലോ എന്നൊരു ഭയം. എടാ, സത്യം അസത്യമൊക്കെ നമ്മുടെ മനസ്സില്. ദൈവങ്ങൾ അതാ നോക്കുന്നത്. അവളെ ചതിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഉള്ള ദുരുദ്ദേശത്തോടെ അല്ലല്ലോ നീ പൂജയിൽ പങ്കെടുക്കുന്നത്. സമൃദ്ധിയെ നീ മനസ്സിൽ ഭാര്യയായിട്ട് തന്നെയല്ലേ കരുതുന്നത്. പിന്നെ എന്താ അതിലൊരു തെറ്റ്? കൃഷ്ണയെ, നീ എന്തേ കാണിക്കുന്നേ? സത്യത്തിന് പേര് കേട്ട ക്ഷേത്രം ഇത്. അസത്യമായ കാര്യങ്ങള് നാഗങ്ങള് സഹിക്കില്ല. വിവാഹത്തിന് നവീൻ താലി ചാർത്തിയത് എന്റെ കഴുത്തിലല്ലേ മോളിക്കുട്ടി? ദാമ്പത്യ പൂജയ്ക്ക് നവീനോടൊപ്പം കാതിരുന്ന അതിന്റെ ദോഷം അവർക്കല്ലേ കിട്ടുക? അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്.
ഇനി താലത്തിൽ നിന്ന് കുറച്ച് പൂക്കളെടുത്ത് പ്രാർത്ഥിക്കാം. ഇനി ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ പേരും ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പേരും 7 തവണ മനസ്സിൽ വ്യക്തമായി ഉച്ചരിക്കുക. ഈശ്വര, സമൃദ്ധി എന്ന പേര് നൽകിയ ഞാൻ ഇയാളെ എന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തത് അത് തന്നെ സ്വീകരിക്കണേ. സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ ഗാഥ. നവീൻ 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 പൂക്കൾ വിളക്കിലേക്ക് സമർപ്പിക്കുക. ഇനി സർവൈശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥനയോടെ തട്ടത്തിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരമെടുക്കാം.